നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തങ്ങളുടെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന സന്നാഹ മത്സരവും കളിച്ചിട്ട് ബ്രസീൽ വേൾഡ് കപ്പിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ആദ്യ മത്സരം അവർ മൊറോക്കോക്കെതിരെ കളിക്കും. അപ്പോൾ ഇന്ന് ഈജിപ്തിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾ ബ്രസീൽ കോച്ചിനോട് ചോദിച്ചു, 2022 വേൾഡ് കപ്പിൽ അർജൻറ്റീന ചെയ്തൊരു പരിപാടിയുണ്ട്. എല്ലാ മത്സരങ്ങളിലും അവർ ടീമിനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു കളിക്ക് കളിച്ച് അതേ 11 ആയിരുന്നില്ല അടുത്ത കളിക്ക് കളിച്ച്, അങ്ങനെ ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് അവർ പ്ലേയിങ് 11 മാറ്റിക്കൊണ്ടേയിരുന്നു. അതാണോ ഈ വേൾഡ് കപ്പിൽ ബ്രസീലും ചെയ്യാൻ പോകുന്നത്? കാരണം ബ്രസീലിന് ഇപ്പോൾ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. ബെഞ്ചിൽ നിന്നുള്ള താരങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ ഇറങ്ങിയിട്ട് മികച്ച പ്രകടനം നടത്തുന്നു. നേരെ തിരിച്ചും സംഭവിക്കുന്നു. അപ്പോൾ ഇത് ഓരോ കളിക്കും മാറ്റാനുള്ളൊരു പ്ലാനിലേക്കാണോ നിങ്ങൾ പോകുന്നത്? അന്ന് സ്കലോനി ചെയ്തത് ഇന്ന് ആഞ്ചലോട്ടി ചെയ്യുമോ? ഇത് ഒരു സ്ക്വാഡിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ് ഇത് ചെയ്യുക. അപ്പോൾ കോച്ചിൻ്റെ മറുപടി, ഞാൻ വിചാരിക്കുന്നത് ബ്രസീൽ ടീമിന് അത്ര റിസോഴ്സസ് ഉണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ബെഞ്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ മികച്ച താരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ എടുക്കണം. വിത്തൗട്ട് എനി ഡൗട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്കറിയാം, ഇപ്പോൾ ഒരു കളിയിൽ 5 ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ റിസോഴ്സസ് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അത് സഹായിക്കും. അതാരോ ആവട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് താരമാവട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ കളിയിൽ നോക്കി, ഈജിപ്തിനെതിരെ വളരെ പ്രധാനപ്പെട്ടൊരു കളിക്കാരൻ കളിച്ചില്ല, റയാനെ കളിപ്പിച്ചിട്ടില്ല. സോ അദ്ദേഹത്തിനും ഡിഫറൻസസ് ഉണ്ടാക്കാൻ പറ്റുന്ന താരമാണ്. സോ നമുക്ക് നമ്മുടെ റിസർവിൽ, നമ്മുടെ ബെഞ്ചിൽ എത്രത്തോളം റിസോഴ്സസ് ഉണ്ട്, അതും ടീമിൻ്റെ വിജയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കീ ടു സക്സസ് ആണ് എന്നുകൂടി കോച്ച് പറഞ്ഞു. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ബ്രസീലിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത്തിൽ അദ്ദേഹം വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2022 സ്കലോനി ചെയ്തത് ആഞ്ചലോട്ടി ഇവിടെ ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.